ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, സ്വർഗീയ സംഗീതമെന്ന ഈ ദൈവ ആരാധനയുടെ സ്തുതിപ്പിൻ്റെ ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നേ ദിവസം ഗീതങ്ങൾ ആലപിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാൻ വേണ്ടി നമ്മെ സഹായിക്കുക വിൻസെഷൻ സഭയിലെ ശമാശന്മാരും അച്ഛന്മാരും, അതുപോലെ തന്നെ താമരശ്ശേരി രൂപതയിലുള്ള ഫിലിപ്പിനേരി കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സുമാണ്. നമുക്ക് അച്ഛന്മാരോട് ചേർന്ന് സിസ്റ്റേഴ്സിനോട് ചേർന്ന് നമ്മുടെ കർത്താവായ ഈശോയെ പാടി സ്തുതിച്ച് ആരാധിച്ച് ധാരാളം ദൈവകൃപകൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. ഇത് ദിനവൃത്താന്തത്തിൻ്റെ 1-ാം പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 13 വരെ വാക്യങ്ങൾ ഇപ്രകാരം ദാവീദ് രാജാവ് പറയുകയാണ്. വചനപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദാവീദ് പറഞ്ഞു, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അങ്ങ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. കർത്താവേ, മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നത്യവും അങ്ങയുടേതാകുന്നു. ആകാശത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം അങ്ങയുടേത്. കർത്താവേ, രാജ്യം അങ്ങയുടേത്. അങ്ങ് എല്ലാറ്റിൻ്റെയും അധീശനായി സ്തുതിക്കപ്പെടുന്നു. സമ്പത്തും ബഹുമാനവും അങ്ങാണ് നൽകുന്നത്. അങ്ങ് സമസ്തവും ഭരിക്കുന്നു. അധികാരവും ശക്തിയും അങ്ങേക്ക് അധീനമായിരിക്കുന്നു. എല്ലാവരെയും ശക്തരും ഉന്നതന്മാരും ആക്കുന്നത് അങ്ങാണ്. ഞങ്ങളുടെ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, അതിശക്തനായ, ഏറ്റവും ശക്തനായ ഇസ്രായേലിലെ രാജാവായിട്ട് അറിയപ്പെട്ടുന്ന രാജാവാണ് ദാവീദ് രാജാവ്. ആ ദാവീദ് രാജാവ് പറയുക, ദാവീദ് പറയുന്നത് എന്താണ്? രാജ്യം അങ്ങയുടേതാണ്, ശക്തി അങ്ങയുടേതാണ്, സമ്പത്ത് അങ്ങയുടേതാണ്. ഇന്ന് എന്തൊക്കെ ഞങ്ങൾക്കുണ്ടോ അതെല്ലാം അങ്ങയുടേതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? വചനം പറയുവാണ്, അതുകൊണ്ട് ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ ദാവീദ് രാജാവിന് ഉറപ്പുണ്ട്. കാരണം എന്താ? അവൻ ഒരു ഇടയ ചെറുക്കനായിരുന്നു, സീറോ ആയിരുന്നു. ഒന്നും അല്ലാത്ത, ഒരു രാജകുടുംബത്തിലും ജനിക്കാത്ത, ഒരു രീതിയിലും ഒന്നും പാരമ്പര്യമായിട്ട് അവകാശപ്പെടാൻ ഇല്ലാത്ത വെറും ഇടയ ചെറുക്കനായിരുന്ന ഈ ദാവീദിനെ ദൈവം വിളിച്ചു, ദൈവത്തിന്റെ ആത്മാവ് ശക്തിപ്പെടുത്തി. അങ്ങനെ അവൻ വലിയ ശക്തനായ രാജാവായിട്ട് മാറി. നമുക്കറിയാം, ഈ ദാവീദ് രാജാവാകുന്നതിന് മുമ്പ് അവന് പുറകെ മുൻപത്തെ രാജാവ് സാവൂളും സൈന്യവും ഉണ്ടായിരുന്നു. 7 നിമിഷവും കൊല്ലപ്പെടാവുന്ന അവസ്ഥയിൽ കടന്നു പോകുമ്പോഴും കർത്താവ് അവനെ സംരക്ഷിച്ചു. അപ്പൊ ഈ ഉറപ്പീന്ന്, സ്വന്തം ജീവിതത്തിന്റെ അനുഭവത്തിന്റെ ഉറപ്പീന്നാണ് ദാവീദ് പറയുക, കർത്താവാണ് ശക്തി, കർത്താവാണ് ബലം, കർത്താവാണ് സമ്പത്ത്, കർത്താവാണ് എല്ലാം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് സർവശക്തിയോട് ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതാ ഈ ഗാനത്തോട് ചേർന്ന് നമ്മളും ദൈവത്തെ സ്തുതിക്കുക. ഗാനത്തിന്റെ വരികൾ ഇപ്രകാരം പറയുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗാനമാണ്: ആരാധിക്കുന്നേൻ ഞങ്ങൾ ആരാധിക്കുന്നേൻ. കർത്താവായ ഈശോയെ, ശക്തനായ ദൈവത്തെ ഗാനത്തോട് ചേർന്ന് വലിയ സ്വരത്തിൽ പാടി, വലിയ ആവേശത്തിൽ പാടി, സന്തോഷത്തോട് പാടി നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം. ഗാനത്തോട് ചേർന്ന്, താളത്തോട് ചേർന്ന്. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആവേശത്തോടെ പാടി. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ഈശോയെ, എന്റെ ദൈവമേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ശക്തനായ ദൈവമേ, ഒരു മനസ്സോടെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ.
സന്തോഷത്തോടെ എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ ശക്തനായ ദൈവമേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ശക്തിയോടെ ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ ശക്തനായ ദൈവമേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ ഈശോയേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ എല്ലാവരും കർത്താവിന് സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ, ഇന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഈ കൂട്ടായ്മയോട് ചേർന്നായിരിക്കുന്ന എല്ലാവരും സ്തുതിക്കട്ടെ. ഈശോയേ ഈശോയേ യേശുവേ യേശുവേ സ്തുതിക്കട്ടെ. ശക്തിയോടൊന്ന് സ്തുതിച്ചേ. എല്ലാ നാവുകളും ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ വചനം അനുശാസിക്കുന്ന പോലെ ദൈവത്തെ സ്തുതിക്കട്ടെ. എല്ലാ അധരങ്ങളിൽ നിന്നും ദൈവാരാധന ഉയരട്ടെ. എല്ലാ ഹൃദയങ്ങളിൽ നിന്നും ദൈവാരാധന ഉയരട്ടെ. കർത്താവിനെ ആരാധിക്കുമ്പോ കർത്താവ് നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന സകല കൃപകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. പുറപ്പാട് ദിവസം 21-25 വചനം പറയാ, നിന്റെ ദൈവത്തെ ആരാധിക്കുമ്പോ നിന്റെ രോഗം മാറും, നിന്റെ ജീവിതത്തില് അധ്വാനത്തിന് ഫലം ഉണ്ടാവും. ദൈവത്തെ ആരാധിക്കുമ്പോ കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് സ്വർഗം തുറന്ന അനുഗ്രഹങ്ങൾ വർഷിക്കും. ദൈവത്തിന്റെ വചനം പലയിടങ്ങളിലായിട്ട് നൽകുന്ന ഈ സകല അനുഗ്രഹങ്ങളും വാഗ്ദാനങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, അധ്വാനമേലേക്ക് കടന്നു വരട്ടെ. ഈശോയേ 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 ഈശോയേ. വെളിപാടിന്റെ പുസ്തകം അതിന്റെ 19-ാം അധ്യായത്തിൽ ഇതാ സ്വർഗത്തെ കുറിച്ച് ഇപ്രകാരം പറയുവാണ്. വചനത്തിന്റെ ഹെഡിങ് പ്രകാരമാണ് സ്വർഗത്തിൽ വിജയഗീതം. സ്വർഗത്തിൽ ആരാ ഉള്ളത്? സ്വർഗത്തിലെ മാലാഖമാര്, വിശുദ്ധര് ഒക്കെ ചേർന്ന് എന്തു ചെയ്യുന്നു? വചനോട് ആവർത്തിച്ച് പറയുവാണ്. അവർ ഹല്ലേലൂയ എന്ന നാമം ഉപയോഗിച്ചുകൊണ്ട് സ്വർഗത്തിലെ സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ സ്വർഗത്തോട് ചേർന്ന് മാലാഖമാരോട് ചേർന്ന് നമുക്കും സ്തുതിക്കാം, ആരാധിക്കാം. ഗാനത്തിന്റെ അടുത്ത വരികള് ഇപ്രകാരം നമ്മോട് പറയുക: ഹല്ലേലൂയ ഗീതം പാടാം. ഹല്ലേലൂയ ഗീതം പാടി നമുക്ക് ശക്തനായ ദൈവത്തെ ആരാധിക്കാം. ഗാനത്തോട് ചേർന്ന് പാടി, ആവേശത്തോടെ പാടി. ഓർക്കണേ, ഹല്ലേലൂയ പാടി നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോ മാലാഖമാരോട് ചേർന്ന് സ്തുതിക്കുന്നേ, സ്വർഗത്തോട് ചേർന്ന് സ്തുതിക്കുന്നേ. അങ്ങനെ സ്വർഗത്തോട് ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് നമുക്ക് പാടി ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. സ്വയം ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. സ്വർഗസ്ഥനായ ദൈവമേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. സ്വയം ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ സ്വയം ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ഒന്നോടെ ആവർത്തിച്ചു പാടി. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ സർവശക്തിയോടെ പാടി. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ
ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. പ്രിയപ്പെട്ടവരെ, ഇതാ ദൈവവചനത്തിൽ ഇപ്രകാരം ഒരു ഭാഗം നാം കാണുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു പിശാച് ബാധിച്ച മകനെയായിട്ട് ഒരു അപ്പൻ ഈശോയുടെ അടുത്തേക്ക് വരിക. ആ അപ്പൻ ഇപ്രകാരം ഈശോയോട് പറയുവാണ്, ഈ പിശാച് ഇവനെ തീയിലും വെള്ളത്തിലൊക്കെ തള്ളിയിട്ട് ഒത്തിരി പ്രാവശ്യം നശിപ്പിക്കാൻ കൊല്ലാനൊക്കെ പരിശ്രമിച്ചു. ഞങ്ങളേറെ വേദനിച്ചു കഴിയുക. എന്നിട്ട് അപ്പൻ ചോദിക്കുക, നിനക്ക് കഴിയുമെങ്കിൽ കരുണ തോന്നി ഞങ്ങളുടെ മേല് കരുണ തോന്നി ഞങ്ങളെ രക്ഷിക്കണേ, അനുഗ്രഹിക്കണേ, ഈ പിശാചിനെ ഇവനെ ഒഴിപ്പിച്ചിരണേ. അങ്ങനെ ഒരു യാചനയായിട്ടൊരു അപ്പം വരുമ്പോ ഇതാ ഈശോയുടെ മറുപടി 23-ാമത്തെ വാക്യം വചനം പറയാണ്, യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യവും സാധിക്കും. നോക്കിക്കേ, ഈശോ പറയുക, ഈശോയ്ക്ക് ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ലാത്തത് കൊണ്ട് ആ കർത്താവിൽ വിശ്വസിക്കുന്നെങ്കിൽ, വിശ്വാസത്തോട് ആരാധിക്കുന്നെങ്കിൽ, ആരാധിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലും ഒന്നും അസാധ്യമായിട്ടില്ല, എല്ലാം സാധ്യമാണ്. അങ്ങനെയെങ്കിൽ ഗാനത്തിന്റെ വരികോട് ചേർന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുവാണ്. നമ്മുടെ വിശ്വാസം പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുവാണ്. ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഒരു ദിവസം നമ്മളൊക്കെ സ്വർഗത്തിൽ ചേർന്ന് ദൈവത്തെ മുഖാമുഖം കണ്ട് ആരാധിക്കും. ഇന്ന് നമ്മള് ദൈവത്തെ വിശ്വാസത്തിൽ കണ്ട് ആരാധിക്കുന്നു. അന്ന് ഞങ്ങളുടെ മരണത്തിന് ശേഷം സ്വർഗത്തിലെത്തി നിന്റെ കൂടെ നിന്നെ ആരാധിക്കും. ഈ വിശ്വാസം ഏറ്റു പറഞ്ഞ്, ഞാൻ ജീവിക്കുന്ന ഈശോയ്ക്ക് വേണ്ടിയാണെങ്കിൽ, ഞാൻ ജീവിക്കുന്ന വചനം അനുസരിച്ചാണെങ്കിൽ ഞാൻ സ്വർഗത്തിലെത്തും എന്ന വിശ്വാസത്തോടെ ചെന്ന് പാടി ആരാധിക്കട്ടെ. ഗാനത്തിന്റെ വരിക ഇപ്രകാരം പറയുന്നു, ഇന്ന് ഞങ്ങൾ വിശ്വാസത്തിൽ ആരാധിക്കുന്നേ, അന്ന് ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. എല്ലാവരും അച്ഛന്മാരോട് സിസ്റ്റേഴ്സിനോട് ചേർന്ന് പാടി. ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചെന്ന് പാടി. ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, സ്വയം അന്ന് ഞങ്ങൾ മുഖം കണ്ട് ഞങ്ങൾ ഒരു നാള് സ്വർഗത്തിലെത്തും. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്നു ഞങ്ങൾ മുഖം കണ്ട് സന്തോഷത്തോടെ ചെന്ന് ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്ന് ഞങ്ങൾ മുഖം കണ്ട് ഒന്ന് ചേർന്ന് പാടിക്കേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, സ്വയം ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, സ്വർഗസ്ഥനായ ദൈവമേ ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ഒന്നോട് ആവർത്തിച്ച് ആരാധിക്കുന്നേ, സന്തോഷത്തോടെ ആരാധിക്കുന്നേ, എന്റെ ദൈവം എന്റെ മുമ്പിലുണ്ട്. എന്റെ ആരാധന സ്വീകരിക്കാൻ ദൈവം എന്റെ മുമ്പിലുണ്ട്. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ഒന്ന് സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് സാധിക്കുന്നവർക്കൊന്ന് കരങ്ങൾ ഉയർത്തിക്കേ. ഹല്ലേലൂയ പറഞ്ഞേ, യേശുവേ എന്ന് വിളിച്ചേ, ഈശോയെ എന്ന് വിളിച്ചേ. നിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് നിന്റെ മുമ്പിലുണ്ട് എന്ന വിശ്വാസത്തോടെ ദൈവത്തെ വിളിച്ചേ, ദൈവത്തെ സ്തുതിച്ചേ, ആത്മാർത്ഥതയോടൊന്ന് വിളിച്ചേ. എന്റെ ഈശോയെ എന്ന് വിളിച്ചേ, എന്റെ ദൈവമേ എന്ന് വിളിച്ചേ. ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ഈ വാഗ്ദാനം നമ്മുടെ പൂർത്തീകരിക്കട്ടെ. ഈ മണിക്കൂറിൽ ഈ കൂട്ടായ്മയോട് ചേർന്ന് എവിടെ ഇരുന്നാണെങ്കിലും ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിൽ ആനന്ദിക്കുന്ന സകല മനുഷ്യരുടെ മേലും ഈ ദൈവവചനത്തിന്റെ വാഗ്ദാനം പൂർത്തീകരിക്കട്ടെ. ഈശോയെ, 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 നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു. കർത്താവേ, ഇങ്ങനൊരു ദൈവം ഞങ്ങൾക്കുണ്ട് എന്നതിൽ, ഇങ്ങനെ വിളിച്ചാൽ വിളികേക്കുന്ന ഒരു ദൈവം, രക്ഷിക്കുന്ന ഒരു ദൈവം, സുഖപ്പെടുന്ന ഒരു ദൈവം, കണ്ണുനീരൊപ്പുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. ഈശോയെ, അഭിമാനത്തോടെ നിന്റെ നാമത്തെ ഞങ്ങൾ വിളിക്കുക, അഭിമാനത്തോടെ നിന്നോട് ഞങ്ങൾ ചേർന്ന് നിൽക്കുക. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗാനത്തിന്റെ അടുത്ത വരികള് ഇപ്രകാരം പറയാ, സറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. നോക്കിക്കേ, നമ്മളൊക്കെ മാലാഖമാരെക്കാൾ വലിയവരാ. കാരണം മാലാഖമാരെക്കാൾ വലിയവരായിട്ട് സ്വന്തം മക്കളായിട്ട് ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. കർത്താവായ ഈശോയിലൂടെ നമ്മൾ ദൈവത്തിന്റെ മകനും മകളുമായിട്ട് മാറി. അവര് സന്തോഷത്തോടെ വിശ്വാസത്തോടെ ഒന്ന് കരങ്ങൾ ഉയർത്തി ഇപ്രകാരം ഒന്ന് പറഞ്ഞേ, ഇപ്രകാരം ഒന്ന് സാക്ഷ്യമായിട്ട് പറഞ്ഞേ, ഞാൻ
എന്റെ ദൈവത്തിന്റെ സ്വന്തമാണ്. കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണടച്ച് ഈശോയുടെ മുഖമൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഇപ്രകാരം ഒന്ന് പറഞ്ഞ്, ഞാൻ എന്റെ ഈശോയുടേതാണ്, ഞാൻ എന്റെ ഈശോയുടെ സ്വന്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ സ്വന്തം മകനും മകളുമാണ് ഞാനെന്ന ആത്മബോധത്തോടെ സന്തോഷത്തോടെ ഗാനത്തോട് ചേർന്ന് പാടി ആരാധിക്കുന്നു. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. സന്തോഷത്തോടെ ആരാധിച്ച്. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആവേശത്തോടെ പാടി ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആവർത്തിച്ചു പാടി ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ദൈവത്തിന്റെ വചനം സാക്ഷ്യപ്പെടുത്തുക. നാം കർത്താവിനെ ആരാധിക്കുമ്പോ, കർത്താവ് ആരാണ്? സർവശക്തനായ ദൈവമാണ്. ആ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുമ്പോ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പക്ഷേ ഈ പ്രപഞ്ചത്തിന്റെയോ രോഗത്തിന്റെയോ പിശാചിന്റെയോ ഒക്കെ ബന്ധനങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ ബന്ധനങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കുന്നു. കാരണം നമ്മൾ ആരാധിക്കുന്ന ആരെയാ? സർവശക്തനായ ദൈവത്തെയാണ്. നാം കാണുന്ന അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തില് ഇതാ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുക. അപ്പൊ അവർക്ക് ഇതാ ഒരു കാരാഗ്രഹത്തിന്റെ ബന്ധനം, അവരുടെ കരങ്ങളിൽ ചങ്ങലയാ, കാലുകളിൽ ചങ്ങലയാ. അങ്ങനെ ഒരു ബന്ധനാവസ്ഥ അവർ കിടക്കണ സമയത്ത് ഇതാ നാം കാണുകയാണ്, ഈ ബന്ധനത്തിൽ കിടക്കുമ്പോഴും അവർ കർത്താവിനെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിൽ ആനന്ദിക്കുക. കാര്യം പ്രശ്നമുണ്ട്, വേദനയുണ്ട്, തടവിലാണ്. പക്ഷേ ഇതിന്നൊക്കെ എന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യം അവർക്ക്. അങ്ങനെ അവര് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഈ ബന്ധനത്തിൽ കിടക്കുന്ന സമയത്ത് അവിടെ ശക്തമായി ദൈവിക ഇടപെടലുണ്ടാവുക, അവരെ കർത്താവ് വിമോചിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ കൂട്ടായ്മയോട് ചേർന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആനന്ദിക്കുകയും ദൈവജനമേ, നിന്റെ ജീവിതത്തിൽ രോഗത്തിന്റെ ബന്ധനമുണ്ടോ? നിന്റെ ജീവിതത്തിന്റെ കുടുംബത്തിൽ ചിലപ്പോൾ വ്യക്തിബന്ധ തകർച്ചകളുടെ ബന്ധനമുണ്ടോ? നിന്റെ ജീവിതത്തിൽ ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബന്ധനങ്ങളുണ്ടോ? നിന്റെ ജീവിതത്തിൽ ഒരു പക്ഷേ ഏതെങ്കിലും പിശാച് വ്യക്തികളിലൂടെയോ സാഹചര്യങ്ങളോ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പൈശാചിക ബന്ധനമുണ്ടോ? എന്തുമായിക്കൊള്ളട്ടെ, അതിലേക്കൊന്നും നോക്കണ്ട. മറിച്ച് നോക്കേണ്ടത് ആരിലേക്കാണ്? നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തിങ്കിലേക്കാണ്. ആ കർത്താവിലേക്ക് നോക്കി ശക്തിയോടെ അധരം തുറന്ന് ഹൃദയത്തിൽ നിന്ന് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് ഗാനത്തിന്റെ വരിക പറയുക, ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ കോട്ടകൾ തകരും, ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. വിശ്വസിച്ച് ഗാനത്തിന്റെ വരികോട് ചേർന്ന് ആവേശത്തോടെ ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. സന്തോഷത്തോടെ ചേർന്ന് ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. ആവർത്തിച്ചു പാടി. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആവേശത്തോടെ പാടി. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആവർത്തിച്ചു പാടി. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ സർവശക്തനായ ദൈവമേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാ
ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിലെ രോഗത്തിന്റെ തളർച്ചകളുണ്ടോ? മനസ്സിന്റെ ഭാരങ്ങളാ നീ ഉഴന്ന വ്യക്തിയാണോ? ദൈവത്തിന്റെ വചനം സാക്ഷ്യപ്പെടുത്തുവാണ്, ഇതാ ഈശോ ഈ ഭൂമിയിൽ കടന്നു പോയപ്പോ ആരൊക്കെ അവനെ വിളിച്ചപേക്ഷിച്ചോ അവനൊക്കെ സൗഖ്യം കിട്ടിയിട്ടുണ്ട്. ആരൊക്കെ വിശ്വാസത്തോടെ കർത്താവിന് അടുത്തേക്ക് വന്നോ അവർക്കൊക്കെ സൗഖ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതേ ദൈവം അന്നും ഇന്നും എന്നും ഒരുവൻ തന്നെയായ ദൈവം ഇതാ നിന്റെ മുമ്പിലുണ്ട്. നിനക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലെങ്കിലും വിശ്വാസത്തോടെ കാണാൻ പറ്റുമോ? വിശ്വാസത്തോടെ കണ്ട ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ പറ്റുമോ? ആ കർത്താവിനെ സ്തുതിക്കാൻ പറ്റുമോ? ആരാധിക്കാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ നിന്റെ രോഗം മാറ്റുന്നവനാ നിന്റെ ദൈവം, നിന്റെ തളർച്ച മാറ്റുന്നവനാ നിന്റെ ദൈവം, നിന്നെ വീണ്ടും എഴുന്നേൽപ്പിക്കുന്നവനാ, ബലം നൽകുന്നവനാ നിന്റെ ദൈവം. അങ്ങനെയെങ്കിൽ ഗാനത്തിന്റെ വരികോട് ചേർന്ന് പാടിക്കേ. ആ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിച്ചു പാടിക്കേ. ഗാനത്തിന്റെ വരിക പറയാണ്, രോഗം മാറും, ക്ഷീണം മാറും, ആരാധനയെങ്കിൽ. ആരാധനയിലാണ് രോഗം മാറണേ. കർത്താവിനെ സ്തുതിക്കുമ്പോഴാണ് ക്ഷീണം മാറുന്നത്, ധൈര്യം ഉണ്ടാകുന്നത്, പ്രത്യാശ ഉണ്ടാകുന്നത്, ഉയർച്ച ഉണ്ടാകുന്നത്. വിശ്വാസത്തോടെ എന്നെ സുഖപ്പെടുന്ന ദൈവം, എനിക്ക് ബലം നൽകുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചേർന്ന് പാടിക്കേ. രോഗം മാറും. രോഗം മാറും, ക്ഷീണം മാറും, ആരാധനയെങ്കിൽ. സ്വയം കുടമുടയും തീ കത്തിയിടും, ആരാധനയെങ്കിൽ. വിശ്വാസത്തോടെ ചേർന്ന് പാടി. രോഗം മാറും, ക്ഷീണം മാറും, ആരാധനയെങ്കിൽ. സ്വയം മൺകുടമുടയും തീ കത്തിയിടും, ആരാധനയെങ്കിൽ. എല്ലാ രോഗികൾക്ക് സൗഖ്യം ഉണ്ടാകട്ടെ. വിശ്വാസത്തോടെ ആരാധിച്ചു പാടി. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആവർത്തിച്ച് ആവർത്തിച്ച് ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. എല്ലാവരും പാടി ആരാധിക്കുന്നു. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും ആവേശത്തോടെ ആവർത്തിച്ച് ആവർത്തിച്ച് പാടി. ആരാധിക്കുന്നേ, ഞങ്ങൾ ഈശോയെ, ആത്മനാഥനേശുവിനെ സർവശക്തനായ ദൈവമേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും എല്ലാ നാവുകളും തുറക്കട്ടെ, ചേർന്ന് പാടട്ടെ. ആരാധിക്കുന്നേ, ഞങ്ങൾ ഹൃദയത്തിൽ നിന്ന് ആരാധന ഉയരട്ടെ. ആത്മനാഥനേശുവിനെ ഈശോയെ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചേ, സ്വതന്ത്രമായിട്ട് സ്തുതിച്ചേ, യേശുനാമം വിളിച്ചേ. ഹല്ലേലൂയ എന്ന പദത്തോട് ചേർന്ന് സ്വർഗത്തോട് ചേർന്ന് സ്തുതിക്കട്ടെ. എല്ലാ നാവുകളും കർത്താവിനെ സ്തുതിക്കട്ടെ. എല്ലാ ഹൃദയങ്ങളിൽ നിന്നും ദൈവാരാധന ഉയരട്ടെ. കർത്താവേ, കർത്താവേ, ഈ കൂട്ടായ്മയോട് ചേർന്ന് കർത്താവെ നിന്നെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന സകല മനുഷ്യരിലേക്കും സ്വർഗത്തിന്റെ വലിയ കൃപ ഒഴുകിയിറങ്ങട്ടെ. കർത്താവായ ഈശോയെ, കർത്താവെ, അവിടുത്തെ വാഗ്ദാനങ്ങൾ ആരാധനയിൽ സൗഖ്യം നൽകും, ആരാധനയിൽ ബന്ധനം ഒഴിയും, ആരാധനയിൽ കെട്ടുകപ്പെട്ടും, ആരാധിക്കുന്നവർക്ക് ബലം നൽകും, സംരക്ഷണം നൽകും. കോടാനുകോടി മാലാഖമാരുടെ വലിയ സംരക്ഷണം നൽകും. ഈ ദൈവവചന വാഗ്ദാനങ്ങളൊക്കെ ഈശോയെ ഈ ദൈവജനത്തിന്റെ മേൽ, ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും ഈ കൂട്ടായ്മയോട് ചെന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സകലരുടെ മേൽ ഈശോയെ പൂർത്തീകരിക്കണം. ഈശോയെ, ഈശോയെ, രോഗം മാറട്ടെ, രോഗം മാറട്ടെ. കിടപ്പിലായിരിക്കുന്നവർ എഴുന്നേൽക്കട്ടെ, ശക്തി ലഭിക്കട്ടെ. കർത്താവേ, കർത്താവേ, നട്ടെല്ലിന് ക്ഷത സംഭവിച്ച് കിടക്കുന്നവര്, കർത്താവ് വിവിധ രോഗങ്ങളാൽ, മാറാ രോഗങ്ങളാൽ വിവിധ നാളുകളായിട്ട്, അനേക നാളുകളായിട്ട് കിടപ്പിലായിരിക്കുന്നവര്, ആശുപത്രിയിൽ കഴിയുന്നവര്, ഒരു പക്ഷെ ഒന്ന് എഴുന്നേറ്റിരിക്കാൻ കൊതിയോട് ആഗ്രഹിക്കുന്നവര്, ഈശോയെ അവിടുത്തെ സ്പർശനം, അവിടുത്തെ സൗഖ്യം നൽകുന്ന സ്പർശനം അവരനുഭവിക്കാൻ ഇടയാകട്ടെ. കർത്താവിന് നാമം വിളിച്ചപേക്ഷിക്കാനുള്ള ശക്തി അനേകർക്ക് ലഭിക്കട്ടെ. യേശു നാമത്തെ അനേകർക്ക് സൗഖ്യം ഉണ്ടാകട്ടെ. ഈശോയെ, 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 അനുഗ്രഹിക്കുന്ന കർത്താവേ, രക്ഷിക്കുന്ന കർത്താവേ, ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണേ. എല്ലാ ദാമ്പത്യങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണേ.
ദാമ്പത്യ ബന്ധത്തിൽ അസ്വസ്ഥതകളുടെ മേൽ കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ കരമുയർത്തപ്പെട്ടെ. കർത്താവെ, ശത്രുതയില് വിദ്വേഷതകൾ ഏതെങ്കിലും കുടുംബങ്ങള്, ആ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മേല്, ആ കുടുംബത്തിന്റെ മേല് ദൈവിക പ്രകാശം കടന്നു വരട്ടെ. ശത്രുത മാറട്ടെ, വെറുപ്പ് മാറട്ടെ, ദൈവാരാധന ഉയരട്ടെ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും കുടുംബങ്ങളുടെ മേൽ കടന്നു വരട്ടെ. സ്വയം 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 പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടെ. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിനാശം രക്ഷപ്രാപിക്കട്ടെ. കർത്താവിൽ ആനന്ദിക്കാൻ, എന്നും കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മുന്നോട്ട് പോകാൻ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.